viewers, welcome to my YouTube channel. So ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ലേഡീസ് വാലറ്റ്സ് ആണ്. സോ ഫസ്റ്റ് വൺ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വെരി മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു വാലറ്റ് ആണ്. ഇതിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെളിയാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതർവൈസ് നോക്കുവാണെങ്കിൽ കുറേ സെക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അതായത് ഇങ്ങനെ ഒരു സെക്ഷൻ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതൊരു ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. അത് കൂടാതെ നമുക്ക് കാർഡ്സ് വെക്കാനും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഒരു സിപ്പ് പോക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കോയിൻസും അതേപോലെ തന്നെ നോട്ട്സൊക്കെ വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവരൊരു വാറണ്ടി കാർഡ് തരുന്നുണ്ട്. അതേപോലെ ഒരു ചെറിയ സിലിക്ക ജെല്ലും കൂടി തരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര അങ്ങനെ ബൾജായിട്ടൊന്നും ഇരിക്കാത്ത ടൈപ്പ് ഒരു വാലറ്റാണ്. നെക്സ്റ്റ് വൺ ആക്സസറൈസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ നൈക്കയിൽ പർച്ചേസ് ചെയ്ത ഒരു വാലറ്റാണ്. ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത്. ഇതും അങ്ങനെ ഭയങ്കര ബൾജായിട്ടൊന്നും ഇരിക്കാത്ത ടൈപ്പ് ഒരു വാലറ്റാണ്. പക്ഷേ എനിക്ക് ഈ ഒരു വാലറ്റാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെക്ഷൻസ് ഉണ്ട്. സിപ്പർ പോക്കറ്റ്സ് ഒക്കെ ഇതിന് നല്ല കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ആണെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക സ്വിച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു സിപ്പർ പോക്കറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കോയിൻസ് വെക്കാനും അതേപോലെ നോട്ട്സ് വെക്കാനൊക്കെ അത്യാവശ്യം നല്ലപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് സെക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്, രണ്ട് അറ്റത്തായിട്ട്. ആൻഡ് ഓൾസോ നമുക്ക് കാർഡ്സ് വെക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്, നോട്ട്സ് വെക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാർഡ്സ് അത്യാവശ്യം കുറേ നല്ലപോലെ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സിപ്പർ അല്ലാത്ത നമുക്ക് ജസ്റ്റ് വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പുറത്തെ ആ ഫോട്ടോയൊക്കെ വെക്കുന്ന സൈഡിലാണെങ്കിൽ രണ്ട് സെക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മുന്നേ കാണിച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ കുറച്ചും കൂടി സെക്ഷൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു വാലറ്റാണ്. നമുക്ക് ഭയങ്കര മിനിമലാണ്. ഇതിൻ്റെ കളർ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ആണെങ്കിലും ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ ആകുമ്പം കുറച്ച് നനയാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതർവൈസ് ഓവറോൾ ലുക്കൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാലറ്റാണ്. നെക്സ്റ്റ് വൺ ഒരു ലെമൺ ഗ്രീൻ കളറിൽ വരുന്നൊരു വാലറ്റാണ്. ഇത് അത്യാവശ്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊന്ന് മഴയത്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പിടിച്ച് നിൽക്കാൻ കൊള്ളുന്ന ടൈപ്പ് ഒരു വാലറ്റാണ്. പിന്നെ ഒരു നല്ലൊരു സ്പെഷ്യൽ ഡിസൈനാണ് വരുന്നത്. ഒരു എന്താ പറയുക മിനിമലിസ്റ്റിക് ആണ്. അതിന് ഫുൾ സെയിം കളർ തന്നെയാണ് ഇതിന് വരുന്നത്. പക്ഷെ എനിക്കൊന്ന് കുറച്ച് സ്റ്റിഫാണ്. നമുക്ക് പെട്ടെന്ന് എടുക്കുമ്പോൾ ഒക്കെ ചിലപ്പം കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഭയങ്കര കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ള സെക്ഷൻസ് ആണ് ഇതിന് വരുന്നത്. ഇതിനകത്താണേലും ഇങ്ങനെ രണ്ട് സെക്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിപ്പർ ഓപ്പണിംഗ് അല്ലാതെ തന്നെ കാർഡ്സ് വെക്കാനായിട്ടാണേലും അത്യാവശ്യം രണ്ട് സൈഡിലും ഒരു 4 വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ID കാർഡ് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ വെക്കാനുള്ള സെക്ഷനും ഉണ്ട്. ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ഓപ്പണിംഗ് ആണ് വരുന്നത്. അത് കൂടാതെ ഇങ്ങനെ ഔട്ട്സൈഡിലാണ് ഈ ഒരു സിപ്പ് ഓപ്പണിംഗ് വരുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ടും ചെറിയൊരു കോയിൻസൊക്കെ വെക്കാനുള്ള സിപ്പ് ഓപ്പണിങ്ങും ഉണ്ട്. ഇവിടെ ഇവരുടെ വാറണ്ടി സ്കാൻ ചെയ്യാനുള്ളതും അല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്താണേലും നമുക്ക് ഈ ഒരു സെക്ഷൻ കോയിൻസ് വെക്കാം, അല്ലാതെ രണ്ട് സെക്ഷനിലും നമുക്ക് നോട്ട്സും വെക്കാം. പിന്നെ ഇവർ സിലിക്ക ജെല്ലും കൂടി തരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ഒരു വാലറ്റും ഇഷ്ടം. നമുക്ക് മഴയത്തൊക്കെ പിടിക്കാനാണേലും പിന്നെ കുറച്ചൊരു തിക്ക് മെറ്റീരിയലാണ്. അതുകൊണ്ട് കുറച്ചൊരു സൈസ് തോന്നിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഇങ്ങനൊരു സെക്ഷൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 500 നോട്ട്സും 100 നോട്ട്സ് 200 നോട്ട്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതർവൈസ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാലറ്റ് തന്നെയാണിത്. നെക്സ്റ്റ് വൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാലറ്റാണ്. നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഒരു സ്ലേറ്റ് കളറാണ് വരുന്നത്. ഇതൊരു മെട്രോൻ്റെ വാലറ്റാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് നേരത്തെ പോലെ അങ്ങനെ ബട്ടൺ ഓപ്പണിംഗ് ഒന്നും അല്ല വരുന്നത്. ജസ്റ്റ് സിമ്പിൾ സിപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സെക്ഷൻസ് ആണുള്ളതെന്ന്. അപ്പം വളരെ മിനിമലിസ്റ്റിക് ആണ്. നമുക്ക് കാർഡ് വെക്കാനുള്ള സെക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം നീളത്തിൽ തന്നെ രണ്ട് സൈഡിലും കാർഡ് വെക്കാനുള്ള സെക്ഷൻസ് ഉണ്ട്. അത് കൂടാതെ നടുക്ക് ഇങ്ങനെ നമുക്ക് കോയിൻസ് വെക്കാനുള്ള സെക്ഷൻസും കാണാൻ പറ്റും. അല്ലാതെ രണ്ട് സൈഡിലും ആയിട്ട് പിന്നെയും നീളത്തിൽ തന്നെ സെക്ഷൻസ് ഉണ്ട്. സാധാ എപ്പോഴും കാണുന്ന ഒരു വാലറ്റ് മോഡലാണിത്. പക്ഷെ എന്നാലും നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. അങ്ങനെ ബൾജായിട്ട് നിൽക്കുന്നില്ല, ഭയങ്കര ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിസൈനാണ്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സിബൊക്കെയാണ്. കാരണം മെട്രോൻ്റെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഈ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് കാർഡ്സ് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് നോട്ട്സ് വെക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഈവൻ നമുക്ക് ചിലപ്പം വല്ല പേപ്പറോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്കിപ്പം ജസ്റ്റ് ഒരു കോമ്പും അതേപോലെ തന്നെ ഇപ്പം പോക്കറ്റ് സ്പ്രേ ഒക്കെ കീപ്പ് ചെയ്യാനാണെങ്കിലും ഈ ഒരു വാലറ്റ് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് വാലറ്റാണ് ഇഷ്ടമായത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. താങ്ക്